ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു മൂന്നാൽ ചേർന്നിരിക്കുന്ന ഒന്നിന് ശരിക്കും പറഞ്ഞാൽ എനർജിയാണ്, എല്ലാം എനർജിയാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത, അതിൽ നിന്ന് വരുന്ന ആ ഒരു ഫീലിങ്സ്, അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ പുറത്തേക്ക് വിടുകയും അതിനനുസരിച്ച് അത് പ്രപഞ്ചവുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമായിട്ടുള്ള സറൗണ്ടിങ്സുമായിട്ട് അതൊന്ന് സിങ്ക് ആവുകയും അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു തോട്ടിന് തിരിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുകയും അത് നമ്മളുടെ ആഗ്രഹം റിയാലിറ്റിയിലേക്ക് വന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉള്ള എനർജി എന്ന് പറയുന്നത് ഡിവൈൻ മസ്കുലിൻ, ഡിവൈൻ ഫെമിനിൻ എനർജി. ഇവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, അത് ഓരോ വ്യക്തിയിലും ആ ഒരു എനർജി ലെവൽ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു മസ്കുലിൻ ബോഡി ആയതുകൊണ്ട് മസ്കുലിൻ എനർജിയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി ഉള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രമാണെങ്കിൽ അവർക്ക് ഫെമിനിൻ എനർജിയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ അവരുടെ ആ ഒരു ജീവിച്ചു വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ അവർ ഓരോന്നിനെയും ജീവിതത്തിനെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട്, ഇതെല്ലാം വെച്ച് അവരിൽ ആ ഒരു മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. എന്നാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെറ്റാഫിസിക്കൽ ആക്ഷൻസ് എല്ലാം ചെയ്ത് ഈ ഫെമിനിൻ മസ്കുലിൻ എനർജി വളരെ ബാലൻസ് ചെയ്ത് ത്രാസിൻ്റെ രണ്ട് ഭാഗം പോലെ തുല്യമായി നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയതുകൊണ്ട് എല്ലാ സമയത്തും എന്ത് ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ വന്നാലും അവർ വളരെ ബാലൻസ്ഡ് ആണ്. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്തെന്നാൽ, ഒരു ഫെമിനിൻ എനർജി നമ്മളുടെ ശരീരത്ത് കൂടുതൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആദിപരാശക്തി എന്ന് പറയുന്ന ആ അമ്മയുടെ ആ ഒരു എനർജിയുടെ ഒരു ചെറിയ തോത് നമ്മളിൽ വളരെ ഹൈ ആയി നിൽക്കുന്ന സമയത്ത് അത് നമ്മളിൽ തന്നെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്ന നമ്മളിൽ ഉണ്ടാകുന്ന ചില ബോഡി മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിന് ഉള്ള ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ പുതിയൊരു രീതിയിലേക്ക് നമ്മളാവുന്നതിൻ്റെ കുറച്ച് നമ്മളുടെ ആ ഒരു ഹാബിറ്റ്സിന് കുറച്ച് മാറ്റം വരിക, നമ്മളുടെ രീതിക്ക്, നമ്മളുടെ ശരീരഘടനയ്ക്ക്, അല്ല ശരീരത്തിൻ്റെ ആ ഒരു നേച്ചറിന് കുറച്ച് മാറ്റം വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും മോട്ടിവേഷനും നല്ല ആ ഒരു പ്രോത്സാഹനവും സജഷൻസും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ആദ്യത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ് നടന്നു പോകുന്ന സമയത്ത് മസ്കുലിൻ എനർജി ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐ ആം ദ മസ്കുലിൻ അല്ലെങ്കിൽ ഐ ആം ദ കിങ് എന്നുള്ള രീതിയിൽ അവർക്കൊരു സ്റ്റെബേൺനെസ് അല്ലെങ്കിൽ ഒരു ഈഗോ ആ ഒരു രീതിയിലൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്റ്റിഫായിട്ട് നമ്മൾ മാർച്ച് ചെയ്ത് പോകുന്നത് പോലെ, അങ്ങനെ സ്പെസിഫിക് അല്ലെങ്കിലും നമുക്ക് കാണാം വളരെ നെഞ്ചൊക്കെ വിരിച്ച് ആ ഒരു രീതിയിൽ നടന്നു പോകുന്നതാണ് മസ്കുലിൻ എനർജി. എങ്കിൽ ഫെമിനിൻ എനർജി ടാപ്പ് ചെയ്യുന്ന സമയത്ത് അത് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഹിപ്പിന് ഒരു ഫ്ലോ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഫാഷൻ ഷോയിൽ മോഡൽസ് ഒക്കെ നടന്നു പോകുന്നത് പോലെ അത്രയും ആനനട അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അവർ നടന്നു പോകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നടന്നു പോകും. എപ്പോഴും അവർ വളരെ സ്മാർട്ടായിരിക്കും. എത്ര രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവർ നടന്നു പോകുന്ന കാണുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട്, എന്നാൽ അവരുടെ ഹിപ്പ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് നടന്നു പോകുമ്പോഴേ അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന, ആരും ഒന്ന് നോക്കുന്ന രീതിയിൽ ഉള്ള ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് അവർക്കുണ്ടാകുന്നെങ്കിൽ അവരുടെ ഫെമിനിൻ എനർജി വളരെ ഹൈ ആയി നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ഫെമിനിൻ എനർജി ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു ശരീരത്തിന് എവിടെയെങ്കിലും ഒരു യാത്ര പോകണം, ഒരു 5-10 നിമിഷം കൊണ്ട് അവർ ഒരുങ്ങി ഇറങ്ങുക. അതിന് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരുടെ ഫെമിനിൻ എനർജി കൂടുതലാണെങ്കിൽ 10 മിനിറ്റ് സമയം കൊണ്ട് അവർ ഡ്രസ്സ് ഇടും, അവരുടെ ആ ഒരു മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയും നേരം മതി ഒരുങ്ങാൻ എന്നുള്ളൊരു കാര്യം മറ്റുള്ളവരുടെ മനസ്സിലെങ്കിലും തോന്നുന്ന രീതിയിൽ അവരുടെ ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയിൽ ഒക്കെ അവർ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ഏത് സമയത്ത് അവരെ കണ്ടാലും അവരുടെ മൊത്തത്തിലൊരു ഓവറോൾ ലുക്കിൽ എന്തോ ഒരു അട്രാക്റ്റീവ്നെസ്, മറ്റുള്ളവർക്ക് എന്തോ ഒരു എനർജി മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ നമ്മളുടെ ജീവിതത്തിൽ ഒരു 90% ആളുകളെ എടുത്താലും, ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ, ഇത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അതങ്ങ് ചെയ്ത് തീർത്തു, ഇനി ഞാനിത് ചെയ്യണമല്ലോ,
ഒന്നങ്ങോട്ട് ചെയ്ത് തീർത്തതേ ഉള്ളല്ലോ എന്നുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്നാണ്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, വേറെ ആരിരിക്കുന്നത് ചെയ്യാൻ എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഫെമിനിൻ എനർജി ഒരുപാട് കൂടി നിൽക്കുമ്പോൾ ഇത് ഞാൻ ചെയ്തോളാം, ഇതെനിക്കിഷ്ടമാണല്ലോ, അത് ചെയ്യുന്നതിന് എന്താ, ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്ത് പോകുന്നത് അത് എന്നിലുള്ള കർമ്മമല്ലേ, അത് ധർമ്മമാക്കി മാറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ആണ് നമുക്ക് ഫെമിനിൻ എനർജി ഒരുപാട് കൂടി നിൽക്കുമ്പോൾ അവർക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അത് ഇത്ര സ്ട്രെസ്ഫുള്ളാണെന്നോ അത് ഇത്ര ടെൻഷനുള്ള കാര്യമാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് ചെയ്തു തീർത്തതല്ലേ ഉള്ളൂ ഇത്തിരി റെസ്റ്റ് എടുക്കാമെന്നോ അങ്ങനെയൊന്നും അവർക്ക് തോന്നാതെ എല്ലാം വരുന്നത് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ അന്നേരത്തെ ആ ഒരു സമയത്തിനനുസരിച്ച് പെട്ടെന്ന് ഡിസിഷൻ എടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഫ്ലോ ഉണ്ടാവുക. ഇനിയുള്ളൊരു ഫെമിനിൻ എനർജി ഒരുപാട് കൂടി നിൽക്കുമ്പോഴുള്ളൊരു ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ വളരെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ആരെ മുന്നിൽ കണ്ടാലും ആരോട് സംസാരിച്ചാലും ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും നമ്മളുടെ മറ്റ് ആളുകൾ കണ്ണുകൊണ്ട് കാണുകയും സെൻസ് ചെയ്തെടുക്കുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് മുന്നിലൊരാൾ വന്നാലും ഓപ്പർച്യൂണിറ്റി വന്നാലും എന്താണ് അതിൻ്റെ ബാക്കിലുള്ള കറക്റ്റായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരോടും ഒന്നും പറയാതെ വളരെ സൈലൻ്റ് ആയിട്ട് അവരവരുടെ എനർജി പ്രിസർവ് ചെയ്ത് ഒന്നീ അവിടുന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ അവിടെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഉത്തരം പറഞ്ഞ് അവരവിടുന്ന് മാറി നിൽക്കാനുള്ള ഒരു വലിയ കഴിവ് ഫെമിനിൻ എനർജി ഒരുപാട് ഉള്ള ആ ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ശീലം അല്ലെങ്കിൽ ഒരു രീതി ഫെമിനിൻ എനർജി ഒരുപാട് കൂടി നിൽക്കുമ്പോൾ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് 100% അല്ലെങ്കിൽ ഒരു 99% പെർഫെക്റ്റിൽ എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അവർക്ക് എനിക്ക് കാര്യങ്ങൾ ചെയ്യണം എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ എൻ്റെ ഒരു കഴിവിനനുസരിച്ച് 85% എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മതി, അത്രയും ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് നോക്കാം എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും എന്ത് റെസ്പോൺസിബിലിറ്റി വന്നാലും അവർക്ക് ടെൻഷൻ എന്ന് പറയുന്നൊരു കാര്യമില്ല. എന്താണ് ആ കാര്യം, അതിനെന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് ആക്ഷൻ ഞാൻ എടുക്കണം, അത് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടെങ്കിൽ അത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ അത്രേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാം വളരെ ഈസായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നേരത്തെ ചെയ്തു പോയവർ ഇങ്ങനെയാണ് ചെയ്തത്, അപ്പം ഞാനും അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല, അത് പിന്നെയുള്ള ആളുകൾ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ദേഷ്യം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെടും, അങ്ങനൊരു ചിന്തയൊന്നും അവർക്കില്ല. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് അവിടെ കൊടുക്കുക എന്നുള്ള രീതിയിൽ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഒരു ഈസിനെസ്സിലൂടെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പെർഫെക്റ്റ്നെസ്സിൽ ആ കാര്യങ്ങൾ ചെയ്തു തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ എന്ന് പറയുന്നൊരു കാര്യം ഫെമിനിൻ എനർജി ഒരുപാട് ഉയർന്നു നിൽക്കുന്നവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഫെമിനിൻ എനർജി ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ആ ഒരു വ്യക്തികൾക്ക് അത് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരെപ്പോഴും വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി പറഞ്ഞു അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും എപ്പം ഏത് സമയത്ത് ഇരിക്കുമ്പോഴും അവർക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ ഇങ്ങനെ നോക്കിക്കാണും. ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ ഈഗോയ്ക്ക് വളരെയധികം ഡെപ്ത് സംഭവിച്ചതുകൊണ്ട് ആരെന്നെ എന്ത് നോക്കിയാലും ആർക്കിനി എന്ത് തോന്നിയാലും ആരിൽ നിന്നും ഒരു വാലിഡേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും ആദിപരാശക്തി എന്ന് പറയുന്ന മദർ യൂണിവേഴ്സിൻ്റെ ഒരു ക്രിയേഷനാണ് ഞാൻ. അപ്പോൾ ആ ഒരു ശക്തി നമ്മളുടെ ഉള്ളിലുണ്ടായതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ലോയലായിട്ട് വേണ്ടുന്നവർക്ക് സഹായം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ടെൻഷനില്ല, അവർക്ക് പേടിയെന്ന് പറയുന്ന ഒന്നില്ല, കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും, അവരുടെ ചക്രാസ് എല്ലാം വളരെ ആക്റ്റീവായിരിക്കും, ഒരു ബ്ലോക്കേജും ഇല്ലാതെ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ജീവിതം എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലായ്പ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെമിനിൻ എനർജി ഒരുപാട് ഉയർന്നു നിൽക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ബ്രെയിൻ ഉണ്ട്. നമ്മൾക്ക് ഓൾറെഡി എല്ലാ മനുഷ്യർക്കും തലച്ചോറെന്ന് പറയുന്നത് നമ്മളുടെ തലയിൽ ഇരിക്കുന്നു, മെമ്മറി പവർ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക,
പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മുന്നേ പോയ ആളുകളെ കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അതേ രീതിയിൽ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷൻ, കസ്റ്റം അല്ലെങ്കിൽ സൊസൈറ്റിയൊക്കെ വെച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഫെമിനിൻ എനർജി ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് അവരുടെ ബോഡിയാണ്. ആ ബോഡിയെ വളരെയധികം ഹീല് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആക്കി ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് കൊണ്ടുവന്ന് ടാപ്പ് ചെയ്ത് നിർത്തുമ്പോൾ ആർക്കും അവരെ ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിയെ, ആ ഒരു ഓറ ഇങ്ങനെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ദേ ആർ ഇൻ ഹൈ വൈബ്രേഷൻ എനർജി. അതുകൊണ്ട് തന്നെ അവരെ പിടിച്ചു നിർത്താനൊന്നും ആർക്കും കഴിയാത്ത രീതിയിൽ അവരെത്രയും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് എന്ത് ഓപ്പർച്യൂണിറ്റീസ്, എന്ത് ആളുകൾ, എത്തരത്തിലുള്ള ആളുകൾ അവരുടെ മുന്നിൽ വന്നാലും അവർക്ക് ക്ലിയർ ആയിട്ട് അവരെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത് നല്ലതല്ല, എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് ഇത് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളത് ബോഡി തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡ്യൂഷൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷനെല്ലാം വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് വേണ്ടുന്നവരെ നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കാനും വേണ്ടാത്തവരെ അപ്പം തന്നെ ഗുഡ് ബൈ പറഞ്ഞ് മാറ്റി നിർത്താനും ഒക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ തിരക്കിട്ട 24 മണിക്കൂർ സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരു 5-10 നിമിഷം ഒരല്പം നേരം നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ഒരല്പം നേരം മെഡിറ്റേഷൻ ചെയ്യുക, ഒരു ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. അങ്ങനെ നമ്മളുടെ ശരീരം അതിൻ്റെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം ഇരിക്കുന്നത് എവിടെ, ആ ഒരു എനർജിയെ ടാപ്പ് ചെയ്ത് മുകളിൽ കൊണ്ടുവന്ന് ഈ ഡിവൈൻ ഫെമിനിൻ മസ്കുലിൻ എനർജിയെ വളരെ ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ മറ്റാളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണാനും അതുപോലെ നമുക്ക് ജീവിക്കാനും ആ ഒരു ഈശ്വരീയ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കാനും ആ ഒരു ചൈതന്യത്തിനോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.